ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഭാസ്കർ അരവിന്ദ്. സ്റ്റാർസ് ആൻഡ് ഇൻസൈറ്റ് ഒരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഒറ്റപ്പാലത്താണുള്ളത്. ഒറ്റപ്പാലത്ത് സിനിമ ആരംഭിച്ചതിനൊരു ചരിത്രമുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ആദ്യത്തെ എപ്പിസോഡ് ആ ചരിത്രത്തിലെ ഭാഗമായ ഒറ്റപ്പാലത്തിലെ ഒരുപാട് ലൊക്കേഷനുകൾ സമ്മാനിച്ച മലയാളത്തിൻ്റെ നടന്മാരുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരുപാട് ഓർമ്മകളുള്ള നമ്മുടെ ലൊക്കേഷൻ മാനേജർ വേലപ്പേട്ടനാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ആദ്യ എപ്പിസോഡ് തന്നെ നമ്മൾ വേലപ്പേട്ടനിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. ആ ദേവാസുരം വന്നതിന് ശേഷം എനിക്കുള്ള അനുഭവങ്ങളാണല്ലോ ഇപ്പൊ ചോദിക്കുന്നത്. അതെ അതെ. റേഷൻ കടയിൽ ചെന്ന അരി തരില്ല, ആരും 10 പൈസ തരില്ല. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ നീയൊക്കെ സിനിമാക്കാരനായി പോയില്ലേ എന്ന് പറഞ്ഞെന്റെ വീട്ടിൽ പഷ്ടി കിടക്കേണ്ട ടൈമൊക്കെ ഉണ്ടായിരുന്നു. ജഗതിയുടെ കാര്യം പറയാ അതിലേറെ രസമാണ്. അമാരിയല്ലേ കണ്ട ഞങ്ങള് തമ്മിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ ഞങ്ങൾ രണ്ടാളും ഒരു ഒറ്റ ഫ്രണ്ടാണ്. ഇതാരാ വിലപ്പെട്ട? ഇത് എന്താണെന്ന് വെച്ചാൽ AK വേലപ്പൻ ഒറ്റപ്പാലം എന്ന് പറഞ്ഞാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ഓർമ്മ വരില്ല, നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കൊന്നും ഓർമ്മ വരില്ല. അപ്പോൾ ഞാൻ മദ്രാസ് വരെ കൊണ്ട് ഞാൻ കടന്ന് കളിമണ്ണ് മുഖത്ത് വെച്ച് ഉണ്ടാക്കി വെച്ചതാണ്. അവരെന്നെ നല്ല ലാലേട്ടനൊക്കെ എന്നെ ചെപ്പി പിടിച്ച് തിരുമ്പി വട്ടം തിരിച്ച്. ലാലേട്ടൻ ലാലേട്ടനെ കുറേ എന്നെ ശ്രദ്ധിച്ച എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ട് ആന്റണിയെ വിളിച്ച് പറഞ്ഞു, എൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞതാണ്, നീ ഇവനും കൂടി കൂടെ നിർത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആന്റി പെരുമാറും എന്നെ പറഞ്ഞു, നീ എൻ്റെ കൂടെ നിർത്താൻ പറഞ്ഞു, നീ ഒപ്പം നിൽക്കണം. അപ്പോൾ ജോയിദാസ് ഞാനും മറവിൽ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശേഖരാവേട്ട പറഞ്ഞു, ഓരോരുത്തരും ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് ജോയിദാസ് പറഞ്ഞു, പാവം മണി വാങ്ങുമ്പോൾ അങ്ങനെ നല്ലതോ കയറി ആമാര് ഈ നടി ദേവതി നല്ല ആവശ്യം നല്ല നല്ല ഡ്രസ്സുകൾ വേണം പറയും, കുത്താമ്പുളി ഡ്രസ്സ് വേണം പറയും. ഇതാ കൊണ്ടുപോകും. ചിലപ്പോൾ കുത്താമ്പുളിയൊന്നും കിട്ടിയില്ല, ഒറ്റപ്പാലത്ത് വായി കൊണ്ടുവന്ന് കുത്താമ്പുളിയാ പറയും. കണ്ടു എനിക്ക് പണ്ട് ഈ മമ്മൂട്ടിക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഒരു പ്രാവശ്യം നമ്മൾ കുന്നത്തെ വീട്ടിലൂടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും നീട്ട് ഓടുന്നു ഉച്ചയ്ക്ക്. ഞാൻ നീട്ട് ഓടിയാണ്. അപ്പം അയാൾ ഇന്നെ കുറേ നേരം നോക്കിയിട്ട് അങ്ങോട്ട് പോയി. അപ്പം ഇതെന്തെങ്ങനെയാ വെച്ചാൽ അതങ്ങനെയാണ്, ബഹുമാനം വേണം എന്നൊക്കെ പറഞ്ഞു. ബഹുമാനം വേണം, അത് ഇന്നത്തെ കഴിഞ്ഞില്ല, പിന്നെ ഞാൻ എന്ത് ബഹുമാനം എന്നൊക്കെ പറഞ്ഞാൽ അത് അയാളാർക്ക് എന്നെ വിളിച്ചു, ഇന്നെ ബഹുമാനിക്കുക ഞാൻ എന്നെ ബഹുമാനിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ തമാശകളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ, അതെ നിങ്ങൾ മസിലൊന്ന് വിടുക, ആൾക്കാരോടൊക്കെ ഒന്ന് ചിരിക്കുക, ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഒന്ന് സമ്മതിക്കുക. ആരാണ് ഈ പറയാന്ന് പറഞ്ഞ് ഇന്നപ്പോഴും നീട്ട് ഓടി വന്നത്. പിറ്റേ ദിവസം ഈ പറയണത് തന്നെ ഞാൻ ഈ ചെയ്യാൻ എല്ലാ ഫോട്ടോ എടുക്കലും. അത്ര നല്ല മനുഷ്യനാണ്. കുറെ കാലം ഇങ്ങോട്ട് പോരുമ്പോഴേ ഇപ്പൊ കാണുമ്പോ അതൊക്കെ ഓർത്ത് പറയൂ. പിന്നെ ഇപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ ഒരു 4 ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മനയിൽ വന്നപ്പോ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ പറഞ്ഞു, അടക്കൊന്നും ഇപ്പൊ എന്റെ അടുത്തേക്ക് വരാനായിട്ടില്ല അല്ലേ, എന്താ അതേ പോണേന്റെ ഉദ്ദേശം വിടുവാ എന്ന് പറഞ്ഞ് മാടി പിടിച്ച മനുഷ്യനാണ്. അത് തൂക്കം നിൽക്കണത് ഇപ്പോഴത്തെ മമ്മൂക്കയിലാണ്. മാമുക്കോയ ഞങ്ങൾ എവിടെ ഷൂട്ട് ചെയ്യാണെച്ചാലും ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ മരമില്ല് പോവും, മരങ്ങൾ നോക്കാൻ. തീവണ്ടിയിലെല്ലാം പോകണം, ഞാൻ വലിയ നടനല്ലേ. വേറ്റിക്കേറ്റൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചപ്പോ അവിടെ വെള്ളപ്പോകും. പക്ഷെ പിന്നെ ഞാൻ നോക്കിയപ്പോ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോ പോലീസ്, നിറയെ പോലീസുകാർ, സുരേഷ് ഗോപി. അപ്പൊ ആർട്ട് കുറച്ച് പോയതായി ഒറ്റ തട്ടാണ്. അല്ല ഒറ്റ തട്ടാണ് ഇതിവിടെ വെക്കാൻ പറ്റുന്നത്. വിജയന്റെ പഴത്തിന് വന്നിട്ട് ആരും അങ്ങോട്ട് കടത്തി വിടുന്നില്ല, പൊട്ടും. ഇവർക്ക് ഒന്നും അങ്ങനെ എത്തിയോക്കല്ലേ വേണ്ടു, കെട്ടിയോക്കില്ല. അപ്പൊ ഞാൻ അതിൻ്റെ അടുത്തൊരു ടിന്നാണ് കൊണ്ടുവന്നു, ഇത് വെള്ള ടിന്ന്, ഇത് പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ പറഞ്ഞു, അവിടെ ആൾക്കാർ മണ്ണെണ്ണ എടുത്തിട്ടാണ് നിൽക്കുന്നത്, നിങ്ങൾ പഴയ കേച്ചിന്റെ അവിടെ ഒന്ന് എത്തി നോക്കിയില്ലെങ്കിൽ പ്രശ്നമാണ്. ലാലേട്ടൻ പറയുകയാടാ എനിക്ക് എന്തെങ്കിലും തിന്നാണ്ടാക്കണമെന്ന് പറയും. നമ്മൾ എന്നിട്ട് മുളക്കങ്ങൾ പോയി കൊണ്ടു കൊടുക്കും, ഇങ്ങനെ ഇറച്ചി നന്നായി വെച്ച് കൊടുക്കും, പിന്നെ മുളക് സംബന്ധി അതൊക്കെ അയാൾക്ക് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പറയുമ്പോ അയാൾ കണ്ടുകൊണ്ട് ഇങ്ങനെ റെഡി അടിക്കും. പക്ഷെ ആര് കാണാ കൊണ്ടറാ അതൊന്നും എനിക്ക് ഇഷ്ടം പറയുക. ഇപ്പൊ കാവ്യ ഇവിടെ സ്ഥലം എടുത്തിട്ടുണ്ട്, ഇപ്പോഴും സ്ഥലമുണ്ട്, അതൊക്കെ നമ്മൾ പോയി നോക്കും, ഇടയ്ക്ക് നോക്കും. മഞ്ജുവാര് അങ്ങനെയല്ല, അതിപ്പോഴും ഞാൻ പറയാം, എവിടേക്കെങ്കിലും പോവാണെങ്കിൽ ഇറങ്ങുമ്പോ ഒരു 2000 രൂപ കുറച്ചതാണ്.
മഞ്ചേരിയാറ് വരുമോ ഇവിടെ? ധൈര്യമായിട്ട് നാട്ടില് വരും? ആ നാട്ടിൽ വരുമ്പോ റോട്ടിൽ കൂടെ പോവാൻ അവിടെ കയറിക്കാൻ പറയും. അതെ. മനുഷ്യരി കയറിക്കാൻ ഞാൻ അത് തിരുവല്യാമലൊക്കെ ജില്ലാവിലെ കുടുംബങ്ങളുണ്ട്. ജില്ലാവിലെയാണ് അവരുടെ വീട് ശരിക്കും. രജനീകാന്ത് അയാൾക്കൊന്നും അകമ്പാവൊന്നുമില്ല കേട്ടോ. അജിത്തൊന്നും പിന്നെ അവരെ കൂടെ ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും വേണ്ട ഫോട്ടോ എടുക്കുക. നമസ്കാരം. വേലപ്പേട്ട നമ്മുടെ ഒറ്റപ്പാലത്ത് അടിവേരുകൾ തൊട്ടിട്ടാണ് വേലപ്പേട്ട സിനിമയുടെ ഭാഗമാവുന്നത് എൻ്റെ ഒരു അറിവിൽ. ആദ്യം ഒരു സിനിമാ സെറ്റിൽ പോകുന്നതും സിനിമയിലേക്ക് എത്താനുണ്ടായ ഒരു ആഗ്രഹവും എങ്ങനെയായിരുന്നു? അവസരം വന്നതിന് ശേഷം എനിക്കുള്ള അനുഭവങ്ങളാണല്ലോ ഇപ്പൊ ചോദിക്കുന്നത്. അതെ അതെ. റേഷൻ കടയിൽ ചെന്ന അരി തരില്ല, ആരും 10 പൈസ തരില്ല. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ നീയൊക്കെ സിനിമക്കാരനായി പോയില്ലേ എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഭക്ഷണി കിടക്കുന്ന ടൈമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഈ ദേവാസുരം വന്ന് ലാലേട്ടനൊക്കെ ആയിട്ട് പരിചയപ്പെടലും. അടിവേര് തന്നെ നമ്മള് വലിയൊരു കഥയുണ്ട്. അടിവേര് നമ്മുടെ ഈ മിറ്റത്ത് വെച്ചിട്ട് ലാലേട്ടന് അത്ര ഒരു ശ്രദ്ധയൊന്നും അന്നും ഇല്ല. ഒരു പിട്ട് കടലൊക്കെ തിന്നുമ്പോ ഈ അരത്തണേമ്പിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ എൻ്റെ അമ്മ ഒരു സ്റ്റൂള് കൊണ്ടിട്ട് കൊടുത്തു എന്നുള്ളതാണ്. അന്നാണ് എൻ്റെ ഒരു കുടുംബക്കാരനായിട്ട് ലാലേട്ടൻ അന്ന് മുതലൊക്കെ എന്നെ കാക്കാൻ തുടങ്ങിയതാണ്. അന്ന് ഏത് പടം വരാച്ചാലും വിളിച്ചു പറയും അവന് പൈസ കൊടുക്കണം, ചെക്ക് കൊടുത്ത് പോകാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ ആ ഒരു സിനിമ ഉണ്ടായി. ആ സിനിമയിലത്തെ ഒരു കഥ ഞാൻ പറയാൻ വിചാരിച്ചാൽ, അന്ന് നമ്മുടെ ഈ നാട്ടിൽ സിനിമ വരിക പറഞ്ഞാൽ എല്ലാ ആൾക്കാരും പൂച്ചട്ടികൾ കൊണ്ടു വയ്ക്കും, എല്ലാം കൊണ്ടു വയ്ക്കും. പക്ഷെ പിന്നെ അത് കൊണ്ടുകൊടുക്കാതെ പിടിക്കാൻ ആളില്ല. അപ്പൊ ഈ സിനിമയെ പറ്റി എനിക്ക് അറിയില്ല. അപ്പൊ എല്ലാവരും എടുത്തിട്ട് പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മരത്തിന്റെ ഒരു ഫോറസ്റ്റുകാരൻ തന്നതാണ് ആ 40 കൊല്ലം മുമ്പ്. അതൊക്കെ വെട്ടിപ്പൊളിച്ച് കത്തിച്ചപ്പോ അത് പിറ്റേ ദിവസം പോലീസ് കൂട്ടുക. അത് വേറെ സംഭവമാണ്. മരം നല്ല മരാണ്. അങ്ങനെ ഒരു തമാശയിൽ ഞാൻ പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ ദേവാസുരം വരുമ്പോ ഈ ലാലേട്ടൻ പറയാടാ എനിക്ക് എന്തെങ്കിലും തിന്നാണ്ടാക്കണമെന്ന് പറയും. നമ്മൾ എന്നിട്ട് പൂളക്കിഴങ്ങ് പുഴി കൊണ്ട് കൊടുക്കും. പിന്നെ ഇറച്ചി നന്നായി വെച്ച് കൊടുക്കും. പിന്നെ മുളക് സംബന്ധി അതൊക്കെ അയാൾക്ക് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പറയുമ്പോ അയാൾ കണ്ടോണ്ട് ഇങ്ങനെ റെഡി അടിക്കും. പക്ഷെ ആര് കാണാൻ കൊണ്ടുവരാ അതൊന്നും എനിക്ക് കിട്ടില്ല പറയും. അപ്പൊ അയാൾക്ക് ഞാൻ വേറെയും ഇവർക്ക് വേറെയും കൊണ്ടുവന്ന് കൊടുക്കും. വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടു കൊടുക്കും. അയാൾ വരുന്നുണ്ട് പറഞ്ഞാൽ നമ്മള് പ്രത്യേകമായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അതേമാതിരി ജഗതിക്കും അങ്ങനൊക്കെ. ജഗതിയുടെ കാര്യം പറയാ അത് അതിലേറെ രസമാണ്. കാരണന്മാരല്ലേ കണ്ടാൽ ഞങ്ങള് തമ്മിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ ഞങ്ങൾ രണ്ടാളും ഒരു ഒറ്റ ഫ്രണ്ടാണ്. ജഗതി പറഞ്ഞാൽ അത് പല കാര്യങ്ങളിലും പല തമാശകളിലും അയാള് ഞാൻ പറയണ ഏത് റൂമാണ് വേണ്ട അയാൾക്ക് വെച്ചാൽ ആ റൂമിൽ അയാള് വിശ്വസിച്ച് കിടക്കും. അങ്ങനെയൊക്കെയുള്ള ഇതാണ്. പിന്നെ ഞങ്ങൾ ഈ കുട്ടികളമാര് പിന്നെ സെറ്റിലിരിക്കും. ഞങ്ങൾ മറവ് പോയിട്ട് ഓരോ മഴ കണ്ണി കെട്ടാൻ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല മുറുക്കാനൊക്കെ ഭയങ്കര അത് വെറ്റിലൊക്കെ അടക്കിയൊക്കെ നമ്മൾ നാടൻ വെട്ടി കൊണ്ടുകൊടുക്കും. എന്നിട്ട് അവസാനം എന്നെ തല്ല് ചെയ്യും. അത് ഒടുവിലാണ് നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്. അതുമാതിരി ഈ നടി ദേവതി നല്ല അവർക്ക് ആവശ്യം നല്ല നല്ല ഡ്രസ്സുകൾ വേണം പറയും. കുത്താമ്പുളി ഡ്രസ്സ് വേണം പറയും. ഇതാ കൊണ്ടുപോകും. ചിലപ്പോ കുത്താമ്പുളിയിൽ നിന്ന് കിട്ടിയിട്ട് ഒറ്റപ്പാലത്ത് വായി കൊണ്ടുവന്ന് കുത്താമ്പുളിയാ പറയും. അവരും ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ എല്ലാവരും. നമ്മള് അതെന്താ കാര്യം വെച്ചാൽ നമ്മളത്ര വൃത്തിയിലൊന്നും നടക്കില്ല. ഒരു ലുങ്കിയും ഒരു ഷർട്ടും വല്ല പ്രാന്തന്മാരിയാന്ന് നടക്കും. ഞാൻ പിന്നെ ആരുടെ അടുത്തേക്ക് പോകില്ല. എന്നാലും ഇവർ ഓരോരുത്തരും നമ്മളിങ്ങനെ കണ്ട് ഇങ്ങനെ ഇരുന്നിട്ടോ തമാശ പോലുള്ള കാര്യം പറയുന്നു. അവർക്ക് മാത്രം എനിക്ക് അടുത്ത് പോണേന് അലവില്ല. ബാക്കിയുള്ളവരൊക്കെ ചീത്ത പറഞ്ഞിരിക്കും. ഞാൻ എന്തും പറയും. എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട്. അവര് എന്താ തെറ്റി വെച്ചാൽ അപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറയും. അവരെന്നെ തല്ലാൻ പറ്റില്ല. ലാലേട്ടനൊക്കെ എന്നെ ചെപ്പി പിടിച്ച് തിരുമ്പി വട്ടം തിരിച്ച്. ലാലേട്ടൻ. അതേമാതിരി സാധാരണക്കാരൻ മാളെ ഞാനൊക്കെ ഇങ്ങനെ ഒരു ക്യാമറയൊക്കെ സെറ്റ് ആക്കണവരെങ്ങനെ നടന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ തമാശകളും പറഞ്ഞിട്ട് പോകണ മാളൊക്കെ ശരിക്ക് ഒരു സിനിമ ഷൂട്ടിങ് ഒരു നടനാന്ന് പറഞ്ഞിട്ടുള്ള ആളല്ല കേട്ടോ. അവരെ കണ്ടു എനിക്ക് പണ്ട് ഈ മമ്മൂട്ടിക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഈ ആൾക്കാർ പറഞ്ഞിട്ട് അയാളെ അടുത്തേക്ക് പോകാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് തോന്നിയത് ഏറ്റവും നല്ലൊരു മനുഷ്യൻ അയാളാണെന്നാണ് തോന്നിയത്. എന്താ വെച്ചാൽ അയാൾ നിൽക്കേണ്ടോടത്ത് നിൽക്കുകയാണ്. ഒരു പ്രാവശ്യം നമ്മള് കുന്നത്തെ വീട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എല്ലാവരും ഓടുന്നു ഉച്ചക്ക്. ഞാൻ ഓടിയില്ല. അപ്പൊ അയാൾ ഇന്നെ കുറേ നേരം നോക്കിയിട്ട് അങ്ങോട്ട് പോയി.
അപ്പൊ ഇതെന്താ അങ്ങനെ വെച്ചോ അതങ്ങനെയാണ് ബഹുമാനം വേണം എന്നൊക്കെ പറഞ്ഞു. ആ ബഹുമാനം വേണം അത് ഇന്നത്തെ കഴിഞ്ഞില്ല പിന്നെ ഞാൻ എന്ത് ബഹുമാനം എന്നൊക്കെ പറഞ്ഞു. അത് അയാളാർത്തി എന്നെ വിളിച്ചു ഇന്നെ ബഹുമാനിക്കാം ഞാൻ എന്നെ ബഹുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് കുറെ തമാശകളൊക്കെ പറഞ്ഞ് സുഹൃതം ഷൂട്ട് ചെയ്യുമ്പോൾ മമ്മൂട്ടി കൺട്രോളിനെ വിളിച്ചിട്ട് ഒരു 10 ഡബിൾ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ആ അപ്പൊ ഈ കൺട്രോള് അത് മമ്മൂട്ടിയല്ലേ പറയണെന്ന് പുതിയ കൺട്രോളേ ഉള്ളൂ. എല്ലാം വല പിടിച്ച് പാലക്കാട് പോയിട്ട് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് ചെയ്ത് എല്ലാവരും ഇരുന്നിങ്ങനെ ഊണ് കഴിക്കുമ്പോൾ അവരെന്നെ വിളിക്കുക പറഞ്ഞു. വിളിച്ചു ഞാൻ ചെന്നു നാളെ മേല നീയെ ഇവിടെ ലുങ്കി കൊടുത്ത് കാണാൻ പോയി മുണ്ട് കൊടുക്കണം. എനിക്കാ ചെയ്യും മുണ്ട് കൊടുത്താൽ പരിചയമില്ല അഴിയും പോവാ കൊടുക്കുക അങ്ങനെ ആയിട്ട് ഞാൻ 2 ദിവസം എടുത്തു. 3-ാമത്തെ ദിവസം കൊടുത്തപ്പോൾ സമ്മതിച്ചില്ല അവരെ ഒഴിവാക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് 2 ദിവസം മാറ്റി. പിറ്റേ ദിവസം ഡബിൾ കൊടുത്തിട്ട് പിന്നെയും പോയി. അത്രയും നല്ല മനുഷ്യനാണ്. അതേമാതിരി അയാൾ അവിടെ പള്ളി പോയി. പള്ളി പോയപ്പോൾ കൊണ്ടാക്കിയപ്പോൾ അയാൾക്ക് ഇരിക്കാൻ പുല്ലായില്ല. പുല്ലായില്ല പറയുമ്പോൾ അയാൾ ഇങ്ങനെ നോക്കി പോന്നു. എന്നെ വിളിച്ചു അയാളെ ആ പള്ളിയിലത്തെ ഒരാളെ വിളിക്കാൻ പറഞ്ഞു. 25 പുല്ലായി വാങ്ങി കൊടുത്തു. ഒറ്റപ്പാലത്ത് അത്രയും അത്രയും കാണാം. അപ്പം ഇവരൊക്കെ ഇങ്ങനെ എന്താ ഇയാളെങ്ങനെ പറ്റി പറയണ പറഞ്ഞപ്പോൾ ഏറ്റവും നല്ല മനുഷ്യൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ അതെ നിങ്ങൾ മസിലൊന്ന് വിടുക ആൾക്കാരോടൊക്കെ ഒന്ന് ചിരിക്കുക ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഒന്ന് സമ്മതിക്കുക. ആരാണ് ഈ പറയാന്ന് പറഞ്ഞ് എൻ്റെ അപ്പോഴും നീട്ട് ഓടി വന്നത്. പിറ്റേ ദിവസം ഈ പറയണ തന്നെ ഞാൻ ഈ ചെയ്യാൻ എല്ലാവരും ഫോട്ടോ എടുക്കലും അത്ര നല്ല മനുഷ്യനാണ്. കൊറേ കാലം ഇങ്ങോട്ട് പോരുമ്പോഴേ ഇപ്പൊ കാണുമ്പോ അതൊക്കെ ഓർത്ത് പറയൂ. പിന്നെ ഇപ്പൊ അതിന്റെ ഇടയിൽ ഇതാ ഇവിടെ ഒരു 4 ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മനയിൽ വന്നപ്പോ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ പറഞ്ഞു ഓ അടക്കൊന്നും ഇപ്പൊ എന്റെ അടുത്തേക്ക് വരാറായിട്ടില്ല അല്ലേ എന്താ അതേ പോണേന്റെ ഉദ്ദേശം വിടുവാ എന്ന് പറഞ്ഞ് മാടി പിടിച്ച മനുഷ്യനാണ്. ഇത്രയും ആൾക്കാരെ അരയേടി വെച്ച് അപ്പൊ അയാൾ അത്ര ശ്രദ്ധിക്കണില്ല. അപ്പൊ അതൊക്കെ നമ്മളോടും നമ്മൾ അവരോടുള്ള പെരുമാറ്റത്തിന്റെ മുകളിലാണ്. പിന്നെ അന്നത്തെ മമ്മൂക്കി ഇന്നത്തെ മമ്മൂക്കിയും വ്യത്യാസം. അതെ തൂക്കം നിൽക്കുന്നത് ഇപ്പോഴത്തെ മമ്മൂക്കയിലാണ്. അപ്പൊ അന്ന് താഴെക്കുള്ള ആരും പേടിച്ചിട്ട് പോവില്ല. ഇപ്പൊ എല്ലാവർക്കും ചെല്ലാം ആൾക്ക് മനസ്സിലായി ലോകം. അങ്ങനെ ഒരാൾക്ക് ഒരു ഫോട്ടോ എടുക്കണം പറഞ്ഞു വന്നിട്ട് ഹോട്ടലിലേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് അയാൾ വന്ന് ഫോട്ടോ എടുത്ത് പോയി. അത്രയും മാറ്റം ഇറങ്ങി വന്നു ആ ഫോട്ടോ എടുത്തു. ഞാൻ പോയിട്ടില്ല. അയാൾ മാനേജറെ വിളിച്ച് പറഞ്ഞപ്പോ അങ്ങനെ വന്നിട്ടുണ്ട് വലപ്പം പറഞ്ഞ ആള് പറഞ്ഞിട്ട് അയാൾ ഫോട്ടോ എടുത്തു പോയി. അത്രയും മാറ്റങ്ങളും ഒരുപാട് സിനിമയിൽ വന്നിട്ടുണ്ട്. അതിൽ നരസുഖായാലും ശരി 6-ാം നമ്പരായാലും ശരി ഒരു 10-200 പടം നമ്മൾ ഒറ്റപ്പാലത്ത് ചെയ്തിട്ടുണ്ട്. മോഹൻലാലുമായിട്ടുള്ള അനുഭവങ്ങള് മോഹൻലാലിന്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ നമുക്ക് 2 ദിവസം ഇരുന്ന് പറയേണ്ടി വരും. അയാൾ അത്ര അനുഭവങ്ങളുള്ള സംഭവമാണ്. പക്ഷെ അയാൾ ഒരു ഇത്രയും ജനങ്ങളുടെ ഇടയിൽ ഒരേമാതിരി നിൽക്കണം എന്ന് പറഞ്ഞ ഒരു നടൻ അയാൾ തന്നെ ഉള്ളൂ എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ആരും ചെറിയ കുട്ടിയായാലും ഒരേപോലെ വലിയ ആൾക്കാരായാലും ഒരേപോലെ നിലനിർത്തി പോകുന്നുണ്ടല്ലോ. അതിന് ഞാൻ അയാളെ സമ്മതിക്കണം. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ കാര്യം അയാൾ പ്രത്യേകം ശ്രദ്ധിക്കും എന്നുള്ള കാര്യം നല്ല ഉറപ്പാണ്. എന്താ വെച്ചാൽ ഒരേ സമയങ്ങളിൽ ഞാൻ ബുദ്ധിമുട്ടുമ്പോഴൊക്കെ ആന്റിനെ ഏൽപ്പിക്കും. അത് അവന് കൊടുക്കും ഇത് അവന് കൊടുക്കും എന്താ ഏതാന്ന് ചോദിക്കില്ല. അത്രയും നല്ല മനുഷ്യനാണ്. പിന്നെ ആൾക്ക് എന്ത് ഇവിടെ ഏതുണ്ട് ഒരു സാധനം നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചാൽ അവിടെ എത്തിച്ചു കൊടുക്കും. പിന്നെ ഭക്ഷണത്തിനോട് നല്ല താല്പര്യമാണ്. അത് അയാള് എന്തുണ്ടെങ്കിലും കഴിച്ചോളൂ വാരി കഴിച്ചോളൂ. അങ്ങനെ പല സാധനങ്ങൾ അയാൾക്ക് നല്ല ഇറച്ചി ലിവർ അങ്ങനെയൊക്കെ നമ്മൾ അയാൾക്ക് കൊണ്ടുകൊടുക്കും. അയാൾ വേണം പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. ഒരു സാധനം എന്നതൊക്കെ ആവശ്യമുണ്ടെന്ന് പറയും. അയാൾ മനസ്സിൽ വിചാരിക്കുന്ന സാധനം അവിടെ എത്തിക്കും. അത്രയും അതിനുള്ള ഒരു കൈക്കൂലിയൊക്കെ ഒന്നും വാങ്ങിയിട്ടല്ല. അയാൾക്ക് നമ്മുടെ വീട്ടിലത്തെ സാധനം. അത് എന്റെ രസം എന്താ വിചാരിച്ചാൽ ഒരു പ്രാവശ്യം നമ്മുടെ മകന്റെ കല്യാണം ഉറപ്പിക്കില്ല. അപ്പൊ അന്ന് ഒറ്റപ്പാലം ഷൂട്ട് നടക്കുമ്പോ ഞാൻ ചോദിച്ചു അല്ല നാളെ കല്യാണം ഉറപ്പിക്കലാണ് എന്താ കണ്ടിട്ട് എന്താ വേണം നാളെ ഇവിടെ ഷൂട്ടിങ്. അല്ല അത് ഞാൻ ചോദിച്ചില്ല നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ. കാശിന്റെ അത് ഞങ്ങൾക്ക് ആവശ്യമില്ല ഈ എനിക്ക് തരണം കാശ് അത് ഞാൻ ചോദിച്ചില്ല. നിങ്ങൾക്ക് ഒന്ന് വരാൻ പറ്റുമോ സിനിമ പറ്റി ഞങ്ങൾക്ക് അറിയില്ലടാ പറഞ്ഞു. എന്നോട്ട് ചാടി കളിച്ചു. ഇപ്പൊ ഡയറക്ടർമാരുടെ കാല് പിടിക്കണം നിങ്ങൾക്ക് നിന്റെ കാല് പിടിക്കണം നിങ്ങൾക്ക് നിങ്ങൾ നാളെ ഇല്ല പറഞ്ഞാൽ ഷൂട്ട് നടക്കും കൂടെ ഇതൊക്കെ എന്നോട് പറയണത്. എന്റെ പണിയൊക്കെ പോ പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ആറ്റി വിട്ടിട്ട് ഒരു 4 മണിയായപ്പോ ഇവരൊക്കെ പാടെ ആലോചിച്ചിറങ്ങണ പോകുന്നു. നാളെ ഞാൻ 10 മണിക്ക് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് വരാൻ പറ്റാത്ത ഒരു കല്യാണം പറഞ്ഞു പോകാത്ത മിക്ക അനുഭവങ്ങളുണ്ട്. അപ്പൊ അയാള്
ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ആകെ അന്തം വിട്ടു. കറക്റ്റ് 10 മണിക്ക് അയാൾ അവിടെ എത്തി. എനിക്ക് അയാളോട് വർത്താനം പറയാനും വയ്യ, സംസാരിക്കാനും വയ്യ. വീട്ടിൽ കയറി കയറി വന്ന് എല്ലാം പറഞ്ഞ് എന്തെങ്കിലും കുറവുണ്ടോ ചോദിച്ച് പോയ ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് ജഗതി ചേട്ടനെ കുറിച്ച് എന്തായിരുന്നു? ജഗതിയേട്ടനെ സംബന്ധിച്ചിടത്തോളം അയാളെ കാര്യം പാവം. അയാളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ രാവും പകലും ഓടിക്കതിച്ച് പോരുതെന്ന്. ലാലേട്ടൻ്റെ ഒരു പടത്തിന് വേണ്ടിയിട്ട് 3 സീൻ അഭിനയിക്കണം. 3 സിനിമയും ഒറ്റപ്പാലത്താണ്. 3ലും സീൻ കഴിയണം. ഇയാൾക്ക് ചെയ്യ 3ലേക്ക് പറ്റില്ല. ഒരു സീൻ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിൽ വന്നിരിക്കും. എന്നിട്ട് മറ്റൊരു ഓടിപ്പോയി ജഗതിയോടെ എന്നിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് അടുത്ത സീനിൽ കൊണ്ടേ കാണിച്ചു കൊടുത്ത് അവിടെ അഭിനയിച്ച് അവിടുന്ന് ഓടിയിട്ട് അടുത്ത ഡയലോഗിന് ഇവിടെ വരണം. അങ്ങനെ കുറെ രസങ്ങളുള്ള ഇതിൽ ഉണ്ട്. അതുപോലെ മാമുക്കോയൊക്കെ മാമുക്കോയ ഞങ്ങൾ എവിടെ ഷൂട്ട് ചെയ്യാണെന്ന് വെച്ചാലും ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ മരമില്ല് പോവും. മരങ്ങൾ നോക്കാൻ അയാൾക്ക് മരമില്ലാത്ത കോഴിക്കോട് എനിക്കറിയും. ഇവിടുന്ന് കൊണ്ടുപോകും. അവിടുന്ന് കൊണ്ട് ഓരോ വലിയ വലിയ മരങ്ങൾ കിടക്കുന്നതൊക്കെ മരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അയാൾ തലയെ കൂടെ തൊപ്പിയൊക്കെ ഇട്ട് അറിയാത്ത മാതിരി വന്നിട്ട് എല്ലാം കണ്ട് പോരുന്ന വ്യക്തിയാണ്. മാമുക്കോയി ഞാനും കൂടി അഭിനയിച്ച ഒരു ഇംഗ്ലീഷ് പടം ഉണ്ടായിരുന്നു 30 കൊല്ലം മുമ്പ്. അന്ന് പോലെ ഞങ്ങൾ ഗ്ലോസ്. അന്ന് നമ്മുടെ വാണിയകുളത്ത് ചായക്കടയിൽ വന്ന് ചായ കുടിക്കും. അതാ ചായയിൽ പൊട്ടുകയാണ്. എന്താ വെച്ചാൽ ഒറ്റപ്പാലത്ത് വന്നാൽ മനുഷ്യ വാണിയകുളം വന്നിട്ട് ചായ കുടിക്കണം. അങ്ങനെ അയാൾ ഇവിടെ വരുന്ന ടൈമിൽ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കൂട്ടി കൊടുന്ന് നമ്മുടെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് അയാൾക്കും ഇതേമാതിരി നല്ല മീന് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോടും. ഇവരെ വെറുതെ ഒന്നല്ല, അവര് നമുക്ക് എന്തെങ്കിലും തന്നിട്ടേ പോകുള്ളൂ. അന്ന് അത്രയും കഷ്ടകാലാണ്. അത്രയും രസങ്ങളുള്ള ഓരോ പരിപാടികൾ മാക്കുകയുണ്ട്. അയാളാണ് നമുക്കിപ്പോൾ കൈവിട്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിലേറെ സങ്കടം. ഞാൻ ഏഷ്യാനെറ്റിലും ഇതിലൊക്കെ ഞാൻ കുറേ പറഞ്ഞായിരുന്നു. വേലപ്പേട്ടൻ സിനിമയിലേക്ക് വരുന്ന പോലെ ഒരു ദിവസം ഷൂട്ട് കാണാൻ വന്ന് മോഹൻലാലിനോടുള്ള ആരാധന കൊണ്ട് മോഹൻലാലിന്റെ ഡ്രൈവറായിട്ട് കയറി മലയാള സിനിമയിലെ എന്ന ഏറ്റവും നല്ല വലിയൊരു പ്രൊഡ്യൂസറായി മാറിയതാണ് ആന്റണി പെരുമ്പാവൂർ. ഒരുപക്ഷെ വേലപ്പേട്ടനും അതുപോലത്തെ സാഹചര്യങ്ങൾ ചിലപ്പോൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ലാലേട്ടന് കുറേ എന്നെ ശ്രദ്ധിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് ആന്റണിയെ വിളിച്ച് പറഞ്ഞു, എൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞതാണ്, നീ ഇവനും കൂടി കൂടെ നിർത്ത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആന്റണി പെരുമ്പാവൂർ എന്നെ പറഞ്ഞു, നീ എൻ്റെ കൂടെ നിർത്താൻ പറഞ്ഞു, നീ ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ കുട്ടികളുടെ പഠിപ്പ്, വീട്ടിലെ ആൾക്കാരില്ല, ഞാൻ ഈ ഒറ്റപ്പാലത്തിൻ്റെ എറണാകുളം ഷൊർണൂർ വരെയും കൂടി പോവില്ല. ഇവിടെ എന്തെങ്കിലും വന്നാൽ അത് ചെയ്യാമെന്നല്ലാതെ. പിന്നെ അത് മാത്രമല്ല, നമ്മളതിൽ നിന്ന് കഴിഞ്ഞാൽ പല പല കാര്യങ്ങളും പല പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്കതിൽ തോന്നിയത്, ഞാൻ ലാലേട്ടന് പറഞ്ഞു, ലാലേട്ടാ ഞാൻ അങ്ങനെ മതി, നിങ്ങളിങ്ങനെ പെരുമാറിയാൽ മതി, ഞാൻ അങ്ങനെ ഇവിടെ കഴിഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ എനിക്കതാ ഇഷ്ടം, അതുപോലെ ചെയ്തു. അല്ല എൻ്റെ ഒപ്പം നിൽക്കണം വെച്ചാൽ എനിക്ക് നിൽക്കാം, എനിക്കൊരു ബുദ്ധിമുട്ടോ എൻ്റെ വീട്ടിലോ വരില്ല എന്നോട് പറഞ്ഞതാണ്. അപ്പം ഞാൻ തന്നെ ആൻ്റണിയോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ചെയ്യാണ്, എനിക്ക് എന്തെങ്കിലും സഹായങ്ങൾ നിങ്ങൾ ചെയ്തു തന്നാൽ മതി. അല്ലെങ്കിൽ ഇപ്പം ഞാനും അതേപോലെ ആവുമെന്ന് വിചാരിക്കണം. ആവാൻ വലിയ പ്രയാസമാണ്. എന്തായാലും പിന്നെ അതുപോലെ ഏറ്റവും നല്ലൊരു പ്രൊഡ്യൂസറാണ് ആന്റണി പെരുമ്പാവൂർ. ഇപ്പം നരസിംഹത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തൊരു സാറ് പറഞ്ഞാണ് അന്ന് വരെ പുള്ളിക്ക് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്ന്. അന്നത്തെ കാലത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത ഒരു ബിജുലാൽ എന്ന് പറഞ്ഞൊരു ഡയറക്ടർക്ക് അന്ന് വരെ ആന്റണി പെരുമ്പാവൂർ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരാളെയും വിഷമിപ്പിക്കാതെ സെറ്റിൽ ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, നരസിംഹത്തിലെ നമ്മൾ വിട്ട് കടല ആണ് രാവിലെ. പക്ഷേ ഭക്ഷണത്തിലൊക്കെ നല്ല ശ്രദ്ധിക്കുന്ന ആളാണ്. അതിൽ ഇത്തിരി എരിവ് കൂടിയിട്ട്, കടലയിൽ എരിവ് കൂടിയിട്ട് അയാൾ വന്ന് ഇത് നോക്കിയപ്പോൾ ഭയങ്കര എരിവാണ്. ഒറ്റ തട്ടാണ് അല്ല, ഒറ്റ തട്ടാണ്. ഇതിവിടെ വയ്ക്കാൻ പറ്റില്ല, മനുഷ്യന്മാർക്ക് നല്ല സാപ്പാട് കൊടുക്കണം എന്ന് പറഞ്ഞ ആ അനുഭവം ഞാൻ കൂരി. ലാലേട്ടൻ്റെ അടുത്തൊക്കെ ഒരാൾ പിടിച്ചിങ്ങനെ അത്രയും കാലം നന്നായി നിൽക്കണം പറഞ്ഞാൽ അത്രയും ശ്രദ്ധിച്ചു പോയിട്ടാണല്ലോ. അയാളും ഞാനും കൂടി അംബാസഡറിലാണ് ഇവർ ആദ്യം വന്നായിരുന്നത് ഒറ്റപ്പാലത്തേക്ക്. ലാലേട്ടനും ഇവരും വന്നായിരുന്നു. ആ അംബാസഡർ കൂനത്ര കേട് വന്ന് നിന്നിട്ട് ആരെയും കാണാതെ ഇയാൾ ഷൂട്ട് കഴിയുമ്പോഴേക്ക് ഈ കാറ് നന്നാക്കി ഇവിടെ വരണം. അയാൾ ഞാനും രാത്രി പോയി കൂനത്തറയിൽ നിന്ന് വണ്ടി തള്ളി സ്റ്റാർട്ടാക്കി റിപ്പയർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അതുകൂടി ലാലേട്ടൻ അറിയില്ല. അത്രയും സംഭവങ്ങളുള്ളതാണ് അയാൾ. ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ നിലയിൽ എത്തിക്കുന്നു. ബുദ്ധിമുട്ടുകളുണ്ടാവും, അതൊക്കെ അവര് തമ്മിലുള്ള ബുദ്ധിമുട്ടുകൾ. സ്റ്റേജ് ഷോസ് ഒക്കെ ആണെങ്കിലേ
ഇപ്പോൾ സാധാരണ ഒരു സ്റ്റാഫ് വന്നിട്ട് ലാലേട്ടൻ പോണ വഴി ശ്രദ്ധിക്കുക, എവിടെ കയറി ഇരിക്കണം നോക്കുക, അത്രയും ലാലേട്ടന് വേണ്ടിയിട്ട് ഇപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഇവിടെ ഇരുന്നിട്ട് തന്നെ അയാൾ ആലോചിക്കും. ആ ഒറ്റപ്പാലാണെങ്കിൽ നമുക്ക് വേലപ്പനോട് പറഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കും. അങ്ങനെ ഓരോ ഭാഗത്തും ഓരോ റിപ്പയറിൽ നിന്ന് നിൽക്കും. ഏത് ഭാഗത്ത് എങ്ങനെയാണ്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നയാൾ അയാൾ ആദ്യം കാണും. അത് കണ്ട് പറ്റില്ല തോന്നിയാൽ അയാൾ അവിടെ പോയി ക്ലിയർ ആക്കി വരും. എന്നാലും ഒപ്പം പോവുക, ഒപ്പം വരാനൊന്നുമില്ല. അങ്ങോട്ട് വേണം എന്ന് പറയാൻ തന്നെ അദ്ദേഹം പോകും. അത്രയും കണ്ടീഷനാണ്. അതേപോലെ തന്നെ ലാലേട്ടൻ ഒറ്റപ്പാലത്ത് വന്ന ഷൂട്ടിൽ എന്നെ കണ്ടില്ലെങ്കിൽ ഡയറക്ടറെ വിളിക്കും, അല്ലെങ്കിൽ കൺട്രോളിനെ വിളിക്കും. വേലപ്പൻ അവിടെ എന്ന് ചോദിച്ചിട്ട് ഈ ആറാട്ടിന് അന്ന് ഇവിടെ കോവിഡ് കാല പുറത്തിറങ്ങാൻ പറ്റാത്ത, ഞാനും പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷെ എന്നോട് വന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വാഴാനിക്കാവ് പോയി അയാളെ കണ്ട് തിരിച്ചുകൂടെ വന്നു. പക്ഷെ എൻ്റെ ശമ്പളം ഇവിടെ എത്തിച്ചേർന്നു. കലാമണി അതിലെ കാര്യമൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ ഭയങ്കരമാണ്. അയാൾ 4 ദിവസം 5 ദിവസം ഷൂട്ട് ഇവിടെ ഉണ്ടോ ഒറ്റപ്പാലത്ത് പറഞ്ഞാൽ ആദ്യം എന്നെ വിളിക്കുക. എടാ നല്ല പൂളക്കിഴങ്ങ് വേവണത് വേണം, നല്ലൊരു അടക്കള ഉണ്ടാക്കണം. ഉണ്ടാക്കി ഞങ്ങൾ എല്ലാ ഷൂട്ട് കഴിഞ്ഞാൽ ജയറാമും അവരും ഇവരൊക്കെ പാടെ വന്ന് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ച് നല്ല നല്ല പാട്ട് പാടി. അത് ഈ പല കൈക്കൂട് നിലാവിലുണ്ട്, പിന്നെ കലാമണ്ട് 2 പടം ഉണ്ടായിരുന്നു. അവരിനിപ്പോ ആ ഒരു പടത്തിലില്ലെങ്കിൽ അവരും ഇവിടെ ഓടിയെത്തും, അന്നത്തെ രാത്രി എത്തും. എന്നിട്ട് അവിടെ ആരും ബഹളം കൂട്ടാത്ത ആൾക്കാരെ വെച്ചാൽ അവിടെ നിന്ന് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടും. ഭക്ഷണം മണിച്ചേട്ടൻ തന്നെ ഉണ്ടാക്കും. ഭക്ഷണമൊക്കെ അയാളുണ്ടാക്കും. നമ്മൾ സാധനമൊക്കെ വെച്ച് നന്നാക്കി നേരെയൊക്കെ അവിടെ കൊടുത്താൽ മതി. കൺട്രോൾമാരെ എന്നെ വിളിച്ചു ചോദിക്കും, നാളെ ജഗതി അവിടെ പോയിട്ട് എടുക്കണ്ടേ, അവിടെ പോയി എടുക്കണ്ടേ, എവിടെയത് ആരും. നമ്മുടെ ബിന്ദു പണിക്കരെ അവര് ലോഹിതാസ് സാറിന്റെ സ്ക്രിപ്റ്റിലൊക്കെ സംസാരിക്കുമ്പോഴേ കറക്റ്റ് ഒറ്റപ്പാലംകാരിയാന്ന് തോന്നുന്നു. അവർക്ക് ഇവിടെ ഒറ്റപ്പാലമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒറ്റപ്പാലത്ത് ബിന്ദു പണിക്കർക്ക് വാണിയകുളത്ത് വീടുണ്ട്, ബന്ധുക്കാരുണ്ട്. അവര് അതേമാതിരി സംസാരിക്കുന്നു. ഇപ്പൊ കാവ്യ ഇവിടെ സ്ഥലം എടുത്തിട്ടുണ്ട്, ഇപ്പോഴും ആ സ്ഥലമുണ്ട്. അതൊക്കെ നമ്മൾ പോയി നോക്കും, ഇടയ്ക്ക് നോക്കും. കാശൊന്നും കിട്ടില്ല. എന്റെ പെട്രോളിന് പണ്ട് കാശ് പോകാതെ തരും. മഞ്ജുവാര അങ്ങനെയല്ല. അതിപ്പോഴും ഞാൻ പറയാം, എവിടേക്കെങ്കിലും പോവാണെങ്കിൽ ഇറങ്ങുമ്പോ ഒരു 2000 രൂപ കുറച്ചതാണ്. നാട്ടിൽ വരുമ്പോ റോഡിൽ കൂടെ പോവാൻ അവിടെ കയറിക്കാൻ പറയും. മനുഷ്യരി ഇറങ്ങി കയറി തിരുവല്ലാമല കുടുംബങ്ങളുണ്ട്. തിരുവല്ലയാണ് അവരുടെ വീട് ശരിക്കും. തൊഴുകാൻ വരും. പിന്നെ അവിടെ പരിപാടികൾ ഉണ്ടെങ്കിൽ വരും. അതൊക്കെ വരും. അതൊരു തിരക്ക് പിടിച്ച ഒരാളാണ്, മനസമാധാനത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ഒന്നും മനസ്സിൽ വെച്ചിട്ടുള്ള ഇതില്ല. ഇപ്പൊ തമിഴിലും ഒക്കെ ഉണ്ടല്ലോ, അല്ലാണ്ട് എല്ലാറ്റിലും ഇപ്പൊ അടിച്ചു കയറി. അത് കയറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ജനുവരി 1 ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ജനുവരി 1 37ാം വാർഷികം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു? ജനസേവന സമിതി. അന്ന് മുതൽക്ക് അന്ന് ജനങ്ങളെ നോക്കലും കാര്യങ്ങളൊക്കെ ആണ്. ഇപ്പൊ ഈ നടന്മാരും ജോലിയൊക്കെ എത്തുമ്പോ അവരുടെ എല്ലാവരുടെ പേരിലും ലാലേട്ടൻ ഇവിടെ വന്നിട്ട് ഈ ഒറ്റപ്പാലക്കാരും ആരും ഒന്നും അയാൾക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. അയാള് കാരണം ഇവിടെ എത്ര ഹോട്ടലുകൾ പൊന്തിയിട്ടുണ്ട്, എത്ര മനകള് കേട് പൊളിക്കാൻ തുടങ്ങിയ മനകൾ നിർത്തിയിട്ടുണ്ട്. ആ ദേവാസ്വം പുരോണ്ടാണ്. അല്ലെങ്കിൽ മനകളൊക്കെ പൊളിച്ചിങ്ങനെ ഉത്തരത്തിൽ കൈ വെച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ഓടിച്ചത് ലൊക്കേഷൻ വേണം പറഞ്ഞിട്ട്. ഇന്നും ഒറ്റപ്പാലത്ത് ഒരുവിധം മനകളൊക്കെ അവിടെ കിടക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ സാംസ്കാരികത നിലനിൽക്കുന്നതിൽ വേലപ്പേട്ടന് ഭയങ്കര ഒരു പങ്കുണ്ട്. അത് എല്ലാവരും പറയല്ലോ, അയാളാണ് പങ്ക്. ഇനിയിപ്പോ ഒറ്റപ്പാലത്ത് ഞാൻ വരുമ്പോ ഞാൻ ചില TV കാണും, കോമഡി അതിലൊക്കെ കാണുമ്പോ ചോദിക്കും, നിങ്ങൾ എവിടുന്നാ വരുന്ന കുട്ടികളോട് ചോദിക്കുമ്പോ ഒറ്റപ്പാലത്ത്. അത് വേലപ്പനെ അറിയില്ലേ? ചോദിക്കും. അതുപോലെ ഈ ഹരിയേട്ടനുമായിട്ടുള്ള ബന്ധവും ഉണ്ടാവുമല്ലോ അല്ലെ? വരിക്കാശ്ശേരി മന പറഞ്ഞ ഈ ദേവാസനത്തിൽ മെയിൻ കഥാപാത്രം ഹരിയേട്ടനാണ്. നമുക്ക് അന്ന് വരിക്കാശ്ശേരി മനയ്ക്ക് കിടക്കാനൊന്നും പറ്റില്ല. അത് ഈ ഹരിയേട്ടനാണ് ഈ വരിക്കാശ്ശേരി മന കൊടുത്തേ പറ്റൂ. അതായത് കഥ എങ്ങനെയാ വെച്ചാൽ അന്ന് 10-20 ആളുണ്ട്. മന ഗേറ്റ് അടച്ചാൽ ഉള്ളിലേക്ക് കിടക്കില്ല. അത് ഈ ഹരിയേട്ടന് മാത്രമേ അവിടെ അവകാശമുള്ളൂ. ഹരിയേട്ടൻ പോയിട്ട് പറഞ്ഞു ഞമാര് കൊടുക്കണ ഒരു ഷൂട്ട് നടന്നോട്ടെ, നല്ലതല്ലേ എന്ന് പറഞ്ഞതാണ്. സുരേഷ് ഗോപിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, സാധനം ഷൂട്ട് ചെയ്യണ സമയത്താണ് ഇവിടെ 47 ദിവസം വരിക്കാശ്ശേരി ഷൂട്ട് ചെയ്യാണ്. അന്ന് ഒരു സാധനവും ഇല്ല, പ്രൊഡ്യൂസറേൽ കാശുമില്ല. കൊണ്ടുവന്ന് ഇപ്പം വന്നിരിക്കും, ഇങ്ങനെ കൊണ്ടുവന്ന് രാത്രി ഊണില്ല, ഉറക്കമില്ല. അവസാനം ഒരു 10 ദിവസം കഴിയുമ്പോൾ അന്ന് മോഹനേട്ടനാണ് കണ്ടുള്ളൂ, അയാളെ ഒട്ടും കാശില്ല. അങ്ങനെ ആയിട്ട് ഒരു ദിവസം രാത്രി അഡ്മിറ്റായി.
അറ്റാക്കായി ആരൊക്കെ? എനിക്ക്. അയ്യോ. ഊണിലോ ഉറക്കമില്ല ഒന്നുമില്ല, അതിൻ്റെ ശ്വാസം മുട്ടിലും ഒക്കെ പാടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഫുൾ മുറിക്കേണ്ടി വന്നു. അറ്റാക്കായി കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് കാണും, സിനിമക്കാർ വന്ന് കാണും. അപ്പോഴൊക്കെ എനിക്ക് വേദന ഉണ്ട്. പക്ഷെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ പോലീസ്, നിറയെ പോലീസുകാർ, സുരേഷ് ഗോപി. അപ്പോൾ ആർട്ട് കുറച്ച് പോയതായി. എന്നുവെച്ചാൽ അവിടെ വമ്പ പൊടിഞ്ഞ് കിടക്കാണ്. സുരേഷ് ഗോപിയുടെ ഒപ്പം എന്നെ കാണാൻ പോയി. സുരേഷ് ഗോപി വരെയല്ലേ വെളുവനാട്ടുള്ളത്. വലിയ പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ വന്ന് എന്നെ കണ്ടിട്ട് പോവാണ്. അന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് വന്നില്ല. അങ്ങനെ ഭേദമായി. അവര് ഞാൻ കന്നഡ പടത്തില് അഭിനയിച്ചിട്ടുണ്ട്. ആ ഈച്ചയിലൊക്കെ അഭിനയിക്കുന്ന അയാളെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് അവാർഡ് എനിക്കാണ്. ഏറ്റവും ഇതെന്താ സംഭവം കഥ എങ്ങനെയാ വെച്ചാൽ, കുട്ടിയില് ഇവൻ ആരെ വെടിവെച്ച് കൊല്ലുകയോ തല്ലി കൊല്ലുകയോ ചെയ്തിട്ട് ഇപ്പൊ രാജ്യം വിട്ടു. അച്ഛൻ അങ്ങനെ ബോധം കെട്ട് കിടക്കുകയാണ്. പിന്നെ നീട്ടില്ല. പിന്നെ 30 കൊല്ലം വരെ അച്ഛൻ കിടക്കുകയാണ്. 30 കൊല്ലം കഴിഞ്ഞ് അച്ഛനെ കാണാൻ വരികയാണ്. അപ്പൊ ഞാനാണ് കിടക്കുന്നത്. അത് എനിക്ക് അവാർഡുണ്ട് അവിടെ പോയി മൈസൂർ അവാർഡ്. അതിന്റെ രസം മദ്രാസിൽ വെച്ചിട്ടാണ് അത് കൊടുക്കണേ. ദൈവം തന്നാലും ശനിയും തിന്നാനായിക്കില്ല പറയണം. നാളെ ടിക്കറ്റൊക്കെ എടുത്ത് തീവണ്ടിയിലെല്ലാം പോണം. ഞാൻ വലിയ നടനല്ലേ. ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചപ്പോ അവിടെ വെള്ളപ്പോക്കും. അത് വാങ്ങാൻ പറ്റിയില്ല. പിന്നെ രാവിലെ ഇൻട്രസ്റ്റ്. അങ്ങനെ ഹിന്ദി പടം, പിന്നെ അവിടെ 2 തമിഴ് പടം. ഒന്ന് ഇയാളുടെ എന്താ പറയാ, വിജയന്റെ പടത്തിന് വന്നിട്ട് ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല, പൊട്ടും, ആരോട് സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോ ഞാൻ അതില് തോട്ടം നനയ്ക്കുന്ന ആളാണ്. ആ പടത്തില് ബോഡിഗാർഡ് തോട്ടം നനയ്ക്കുമ്പോ ഇവിടെ മരിശ്ശേരി ഈ ഗേറ്റിന്റെ അവിടെ നിന്ന് കൊണ്ട് ഫുൾ തമിഴരാണ്. ഫുൾ തമിഴര്. ഇയാളെ കാണാൻ പോവില്ല. ഇത് മദ്രാസ് കോയമ്പത്തൂരിൽ നിന്നൊക്കെ വന്നിരിക്കുന്നത്. ഇവിടുന്ന് കാണാൻ മലയാളത്തിൽ വന്നിട്ട് പറഞ്ഞു. അപ്പൊ അതിന് ഞാൻ ഒരു സൂത്രം എടുത്തതെന്ന് വെച്ചാൽ, ഇവരിത്തിരി പാവങ്ങൾ വന്ന് കുട്ടികളൊക്കെ വെച്ചിട്ട് 7 കുട്ടിയൊക്കെ വെച്ചിട്ട് ഓരോരുത്തർ വന്നത്. ഇവർക്ക് ഒന്നും എത്തിയോക്കല്ലേ ഉള്ളൂ, എത്തിയോക്കില്ല. അപ്പൊ ഞാൻ ഒരു ഐഡിയ എടുത്ത് ഒരു ടിന്നാണ് കൊണ്ടുപോകുന്നത്, ഒരു വെള്ള ടിന്ന്. ഇത് പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ പറഞ്ഞു, അവിടെ ആൾക്കാർ മണ്ണെണ്ണ എടുത്തിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ പഠന കേച്ചിന്റെ അവിടെ ഒന്ന് എത്തി നോക്കിയില്ലെങ്കിൽ പ്രശ്നമാണ്. അത് ആ മരുന്ന് പണിയുള്ള സ്ഥലത്തൊക്കെ തമിഴരാക്കളെ. എന്നിട്ട് ഞാൻ ഒരു ടംബോ കൊണ്ട് തിരിച്ചിട്ട് ഇവരെ കൊണ്ട് ആളെ നിർത്തി ടാറ്റ കാണിച്ചിട്ടാണ് അങ്ങനെ ഒരാളെ വിട്ടു. അങ്ങനെയൊക്കെ മെയിൻ. അതുപോലെ ഇവിടെ രജനീകാന്ത് അയാൾക്കൊന്നും അകമ്പാവൊന്നുമില്ല കേട്ടോ. രജനീകാന്തിന്റെ ഒരു പടത്തില്, ആ പടത്തില് ഒരു കഥ ഉണ്ടായിട്ടുണ്ട്. മലയാളമല്ല, തമിഴാണ്. നരസിംഹ. അതില് ഞാൻ ഇവിടുന്ന് ഗുരുവായൂർക്ക് ഒരു 10 ആന, കഥകളി 8 ഡാൻസുകാർ 10, ഇതെല്ലാം കൊണ്ട് നിരത്തി അവിടെ പാട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. 20 പഠിച്ചപ്പോൾ ഈ കഥകളി ചെയ്യാൻ പാടാത്തൊക്കെയാണ് അവര് ചെയ്യുന്നത് തമിഴില് പാട്ടെടുക്കുമ്പോ. അതൊക്കെ പാടെ 5.5 ലക്ഷം ഉറുപ്പിക്കാണ് അന്ന് 3 ദിവസം. 2 ലക്ഷം ഉറുപ്പിക അഡ്വാൻസ്. പിന്നെ തരുന്നില്ല. നാളെ അവസാനം. അയാളാണ് പ്രൊഡ്യൂസർ. ഈ മാനേജർമാരൊക്കെ കാശ് അതാ ദിവസത്തെ വാങ്ങണ്ട്. അപ്പൊ ഇവരോട് ചോദിക്കുമ്പോ പറയണത് അത് ഒന്ന് കൊടുത്താൽ അവര് നാളെ വരില്ല എന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കാണ്. പിറ്റേ ദിവസം ആനയൊക്കെ ഞാൻ തിരിച്ചു നിൽക്കാൻ പറഞ്ഞു. 10 ആനയും തിരിച്ചു നിന്നു. കൂട് മാത്രമേ ഉള്ളൂ, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് ലാലിച്ചു രജനി വന്നു. രജനി അത് ഇയാള് ഇപ്പൊ കാശ് വരും പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കാണ്. ഞാൻ പറഞ്ഞ കാശ് കിട്ടണം. അവസാനം ഇയാള് മോളൊന്നും അത് കണ്ടു എന്നെ വിളിച്ചു. അയാളെ വിളിക്കുക പോയി. അപ്പൊ സാർ ഇങ്ങനെയാണ് സംഭവം, കാശ് തന്നിട്ടില്ല. ശരി. ആ കേഷ്യറെ വിളിച്ചു ചോദിച്ചു കാശ് ഒരു വാങ്ങിയിട്ട് മാനേജർ 4 ആട് കൊടുത്തു മുമ്പിലിട്ടിട്ട്. അവർക്ക് പിന്നെ അടിമത്സരല്ലേ. ഇനി ഞാൻ ഷൂട്ട് ചെയ്യണ കാശ് അവൻ്റെ കൊടുത്ത് നാളത്തെയും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു.
അല്ലെങ്കിൽ നിങ്ങൾ നാളെ അവർ കൊടുക്കില്ല, ഞാൻ പോവുകയും ചെയ്യും. അത്രയും നല്ല മനുഷ്യനാണ് അയാൾ. ആള് ഷൊർണൂർ റെസ്റ്റ് ഹൗസിലൊക്കെ ചെറിയ റൂമിലൊക്കെ ചെറിയ റൂമിലാണ്, വലിയ AC റൂമൊന്നും അവരുടെ ആവശ്യം, സാധാ റൂം. ഇത്രയും പോലെ അനുഭവങ്ങളാണ് ഇതിലൊക്കെ ഓരോ സംഭവങ്ങൾ. അതുപോലെ ഇവിടെ വേറെയും അജിത്തൊക്കെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അജിത്തൊന്നും പിന്നെ അവരെ കൂടെ ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും വേണ്ട ഫോട്ടോ എടുക്കുക. നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ലോഹിദാസ് അയാള് നമ്മളെ വിട്ടു പോയതോടുകൂടെ വളരെയധികം പടങ്ങള് ഒറ്റപ്പാലത്ത് പോയി. എന്താ വെച്ചാൽ അയാള് വല്ല ഇംഗ്ലീഷ് അമേരിക്ക പോകേണ്ട പടങ്ങളൊന്നും അല്ല എഴുതുക. ഈ അയാള് ഞാനും കൂടി ഒരു ഉപകാരമുണ്ട്, രാവിലെ ഞങ്ങൾ നീട്ടി നടക്കും. അപ്പൊ ഈ കുമ്പാരം കോളനി അങ്ങനെയുള്ള പാവപ്പെട്ടവരുടെ വീട്ടിൽ കൂടെ രാവിലെ നടക്കും. എന്നിട്ട് ചിലവർ മുറ്റത്തിരുന്ന് കാപ്പിയൊക്കെ വെക്കുന്നുണ്ടാവും, അയാൾ അവിടെ ഇരിക്കും, ഞാൻ അവിടെ ഇരിക്കും. എന്നിട്ട് അയാള് വീഡിയോ വരയ്ക്കണതൊക്കെ എങ്ങനെയാണ്, കാപ്പി എങ്ങനെ ആറ്റണ് എന്നൊക്കെ നോക്കിയിട്ട് ഈ പുസ്തകത്തിൽ ഓരോ വരടനാണ് എന്താണെന്ന് അറിയില്ല. എന്നിട്ട് അയാൾ അവിടെ പോയി എഴുതും. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ പട്ടിണികളൊക്കെ എഴുതും, വല്ല കഴിക്കും, ഒക്കെ ദൈവം തരാ, ദൈവങ്ങൾക്ക് ഒന്നിച്ച് തരും പോലെ. അങ്ങനെ ഞങ്ങള് പിന്നെ അതിനേക്കാട്ട് അയാൾക്ക് ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഈ തൂൽക്കൊട്ടാരല്ലേ, അന്ന് അയാൾ ഷൊർണൂരാണ് ഇത് എഴുതല്. ഷൊർണൂർ എഴുതുമ്പോൾ ഇത് അതാത് ദിവസത്തേക്ക് മാത്രം ഞാൻ പോയി കൊണ്ടുവരണം, അതാത് ദിവസത്തേക്ക് കൊണ്ടുവരണം. നാളെങ്കിലും ഒന്ന് വൈകുന്നേരം തരും. അപ്പോൾ ഞാൻ ഈ ചോറ് അവിടെ കൊണ്ടുവരും. ഞാൻ 4 മണിക്ക് പോയിട്ട് സാധനം മേടിച്ചിട്ട് വരും. അപ്പോൾ ഞാൻ പറയും, സാർ എന്തിനാ ഇതൊക്കെ എഴുതി വെച്ചതല്ലേ ഇരിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് തന്നതിന് ഞാൻ 4 ദിവസം ഞാൻ ഇങ്ങോട്ട് വരുന്നു, പൊട്ട അനക്കറിയോ? ഇപ്പോൾ 10 മണിക്ക് ടിപ്പുണ്ട്, ഉച്ചയ്ക്ക് ചോറുണ്ട്, 3 മണിക്ക് പഴംപൊരി ചായ ഉണ്ട്, ഇതൊക്കെ മുടക്കണോ? എൻ്റെ വിചാരം എന്താ? എൻ്റെ വിചാരം ചോദിച്ചു. എടാ ഇതിവിടെ ഉണ്ടെങ്കിൽ അവരെ കറക്റ്റായിട്ട് സാധനം ഇവിടെ എത്തും. ഇത് സിനിമയാണ്, അനക്കൊക്കെ പഠിക്കാൻ പോലെ ഉള്ളൂ. ഞാൻ അത് ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചത് ശരി കേട്ടോ. അതാതിപ്പോ 5 ദിവസം കൊടുത്ത പിന്നെ അയാളെ ആരാ അവിടെ ഉണ്ടോ ഇല്ലയോ നോക്കില്ല. ആ അന്ന് മുതൽ ഇങ്ങനെ കിട്ടി വല്ലതും 10 ആളെ അറിയട്ടെ. വിജയാഘോഷത്തിലൊന്നും കിരീടത്തിലോ ഒന്നും കൊടുത്തില്ല. പിന്നെ അതുപോലെ പിന്നെ അയാൾ ചോദിക്കാനും രക്ഷപ്പെടാനും അയാൾ നിൽക്കൂല. ഇവിടെ ജോക്കർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായത്, ഇവിടെ ഒരു സർക്കസ് വന്നിട്ട് അവര് പൊളിഞ്ഞു പോയിട്ട് ആ വിഷമം കണ്ട് അവര് രക്ഷപ്പെടുത്താൻ വേണ്ടി എഴുതിയ കഥയത്. അതാണ് ഷൊർണൂർ കൊണ്ടേ അഭിനയിച്ചത്. ഷൊർണൂർ ഇവിടെ എല്ലാവരും തോറ്റുപോയി, അയാൾ എന്നിട്ട് ഇറച്ചി കണ്ണി കണ്ടൊക്കെ അപ്പത്തന്നെ അയാൾ ഇരുന്ന് എഴുതി കഥ ഉണ്ടാക്കി. എന്നിട്ടാണ് ഇവിടെ ചെറുപുഴി നമ്മള് സെറ്റ് ഇട്ടിട്ട് അവരെയൊക്കെ അഭിനയിപ്പിച്ചു, തീർത്ത് വിട്ടു. അത്രയും അങ്ങനെ അത്രയും വലിയ മനുഷ്യനാണ്. ഈ അടുത്തുള്ളവർക്ക് ഈ മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല പറഞ്ഞ പോലെ നമുക്ക് ആരില്ലെങ്കിലും കിള്ളിക്കവല പൂരത്തിന് വരും, ചെറുക്കത്തിന് പൂരത്തിന് നടക്കും, പൂരം കാണും, ഷാരിഗിരിക്ക് വരും. അയാള് തൊപ്പി ഞാൻ പിന്നില് പൊരിയായി നടക്കണം. അയാള് കണ്ണടയിട്ട് ഇങ്ങനെ നടക്കും. ഒറ്റപ്പാലം ടൗണിൽ കൂടെ കാണുന്നുണ്ട് പൂരത്തിന്. ഒറ്റപ്പാലം നല്ല പപ്പനാകുമ്പോ അത് എത്രയും പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ അയാള് ഒക്കെ വന്നന്തി കാണാടാ പറയും. അയാളൊക്കെ ഏറ്റവും ചിലരിപ്പോഴും എന്നെ പപ്പാന്നാ വിളിക്കുക. അയാൾ പറയും അയാള് നമ്മളെ കൈവിട്ട് പോയി. അപ്പൊ ഒരു ഭാരതപ്പുഴയിൽ വെച്ചിട്ട് ഏറാവട്ടൻ ആനയെ കുളിപ്പിച്ച് ആനപ്പുറത്ത് കയറുന്ന സീനാണ്. അപ്പോൾ ലോഹിദാസും ഞാനും മറവിൽ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഏറാവട്ടൻ പറഞ്ഞ ഓരോരുത്തരും ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, ഇതിന്റെ മുകളിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് ലോഹിദാസ് പറഞ്ഞു, പാവം ആ മണി വാങ്ങുമ്പോ അങ്ങനെ നല്ലല്ലോ, കേറ് മാത്രം മാറ്റി വെച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെയൊക്കെ കുറേ കാത്തിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരു തോണി എടുത്ത് വാങ്ങി വെച്ചു. തോണി വാങ്ങി വെച്ചിട്ട് പിന്നെ ആ സീനയില്ല തോണിക്ക്, അത് ജയിൽ പിടിച്ചു പോയി, 20,000 പോയി. അതുമാതിരി പെട്ടെന്ന് കിട്ടുന്നതാണ് ഈ തൊപ്പിക്കൊട, കാൽക്കൊട, ഇതൊക്കെ. അത് നമ്മൾ വാങ്ങി വെച്ചാൽ പിന്നെ ആ പടയുണ്ടാവില്ല, പിറ്റേ ദിവസം പടം വരും. അതുപോലെയാണ് ഇവർക്ക് പടം ഉണ്ടെങ്കിൽ പടം ഉണ്ടാവും, പിന്നെ പടം ഉണ്ടാവില്ല. പിന്നെ അതേമാതിരി തന്നെ ഒരു തമാശ പോലെയുള്ള എന്താ വെച്ചാൽ, ഒരു രാവിലെ പുലർച്ചെ പോയിട്ട് നമ്മൾ ഒരു കാറ് തള്ളി പോണ ഒരു സീനുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഓടി വന്നിട്ട് ഈ അവർ കാറിൽ വന്ന് ഇറങ്ങിയതാണ്. അത് തമിഴാണോ മലയാളമാണോ എന്ന് എനിക്ക് അത്ര ഓർമ്മ. ആ ഒരു വഴി അങ്ങനെ ഇട്ടിട്ടുണ്ട്,
ഒരു പറമ്പുണ്ട്. ഷൂട്ട് ചെയ്തിട്ടില്ല, ഷൂട്ട് എല്ലാവരും എത്തിയിട്ടില്ല. അപ്പൊ റിഹേഴ്സൽ പുറത്തിറക്കുകയാണ്. ഇവര് ഓടി വന്നാൽ ഈ കാറിന്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ കാലോട് ഇങ്ങനെ എക്സസൈസ് എടുക്കണ മാതിരി കാണിക്കുകയാണ്. അപ്പൊ ഈ ഓടണവര് അപ്പൊ ഒരു വണ്ടീന് വന്നിട്ട് കൈക്കോട്ട് മലയാളം കട വയ്ക്കുന്നുണ്ടോ. അപ്പൊ എന്റെ വിചാരം ഇത് ആ സീനിലേക്ക് ഉള്ളവരായിരിക്കും. ഇവര് വന്നിട്ട് ആ കാറ് നേരെ ഒരു കല്ലെടുത്തില്ല ആറേ വെള്ളം ഈ 50 മറിച്ചിട്ടു. അവര് പോയി. അപ്പൊ അവരോട് ഞാൻ ഒരുത്തിനോട് വിളിച്ചു, എന്തെങ്കിലും കാണിക്കുമോ ചോദിച്ചപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദി പറഞ്ഞ അവര് പോയി. എന്നിട്ട് ഈ 4 ആള് അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഓടി ചെന്നിട്ട് ഇവര് വന്നതിനെ മറിച്ചു. അപ്പൊ ഇത് അത് ഞാൻ വരക്കാശ്ശേരിമനയിലാണ്. ഇവള് എന്താ ബോഡിഗാർഡിനാണ്. ഒരു ഡ്രസ്സ് അയക്കാൻ അങ്ങോട്ട് കിടക്കാൻ പാടില്ല. ചുരിദാറ് അത് എന്താന്ന് തന്നെ പറയാനില്ല. ഇപ്പൊ കേറാം. ചുരിദാറ് കഴിഞ്ഞ് അവിടെ തൊഴുതു വന്നു. അപ്പോഴേക്കും ഇവിടെ കുറെ ചെക്കന്മാരൊക്കെ കൂടി അങ്ങനെ ഇറക്കാൻ പാടില്ല. അന്ന് ഈ ഗൗരവം പറഞ്ഞ് നിൽക്കണ സമയമാണ്. ഈ ഇവിടെ കിളികാവിലേക്ക് തന്നെ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത്. പാൻറ് ഇടാൻ പാടില്ല. ഇവിടെ 4 ആൾക്കാർ കൂടിയിരുന്നു. ഇവിടെ വിടില്ല, തെറ്റ് പറയണം. ഇവിടെ തെറ്റ് പറയും. ഇതിന് വലിയ അമ്പലം കണ്ടിട്ടുണ്ടെന്നൊക്കെ ഇവിടെ തമിഴ്നാട്ടിൽ എങ്ങനെ പോവാനോ. അവിടുന്ന് പിന്നെ അരിയണ്ണൊക്കെ വിളിച്ചു കൊണ്ട് അരിയണ്ണ പറഞ്ഞു പോട്ടെ എന്നൊക്കെ പറഞ്ഞു തെറ്റ് പറയിച്ചു. ഇതിന്റെ പോയത് തെറ്റ് പറഞ്ഞു. ശരി നമുക്കത് தெரியாது എന്നൊക്കെ പറഞ്ഞിട്ട് അവള് തമിഴിലെന്തോ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പലതാമ. ചേച്ചി എപ്പോഴും അവിടെ ഒരു തിയേറ്ററിൽ മങ്കര തിയേറ്റർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓണറായിട്ടൊരു പടം. അപ്പൊ പിന്നെ ഞങ്ങൾ എപ്പോഴും കമ്പനി ചായ കൊണ്ടുകൊടുക്കണം, എന്ത് കൊടുക്കണം, ആര് കൊണ്ടുകൊടുത്താലും ഞാൻ കഴിച്ചതിന്റെ അവള് അയമ കഴിച്ചത് ഞാൻ കഴിക്കും. അങ്ങനെയുള്ള ഒരു ബന്ധമായി. നല്ല ബന്ധമാണ്. പക്ഷെ തമാശ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പോയിക്കാണ്. മുകേഷ് ചേട്ടൻ പാവം. അതൊക്കെ ഓരോരുത്തരും ഓരോ സ്ഥിതിയിലാണ്. മുകേഷ് ചേട്ടൻ നമ്മളൊന്നും വേണ്ടാലേ, ഒക്കെ വലിയ വലിയ ആൾക്കാരല്ലേ വേണ്ടു അങ്ങനെ പറഞ്ഞ ഹരിശ്രീ അശോകൻ ഇവരൊക്കെ പറയും. അത് ഞാൻ പറയത് ഇവര് വല്ല തരും, നിങ്ങളൊന്നും തരില്ല എന്നൊക്കെ അന്നത്തെ കാലത്ത് അങ്ങനെ തമാശ പറഞ്ഞ് പോണ കാലഘട്ടങ്ങളൊക്കെയാണ്. തമിഴ് പടത്തിൽ ഇപ്പൊ 2 തമിഴിന് വിളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ടാറ്റ കുസ്തി തമിഴ് പടല്ലേ, അതില് ബ്രോക്കറാണ്, കല്യാണ ബ്രോക്കർ. അതിലുണ്ട്. അത് വന്നു ഗുസ്തിക്കാരിയായിട്ട്. അത് കുഴപ്പുള്ളി ഞാനും നാടകം നടത്തി അഭിനയിച്ച് ചെയ്ത് നടക്കുന്ന കാലഘട്ടമാണ്. അന്ന് പാവാതെ എപ്പോഴും നമ്മുടെ പീടികയിൽ വാനകുളത്തുണ്ടാവും. വളരെയധികം കഷ്ടപ്പെട്ടാണ്. അങ്ങനെ നമ്മളായപ്പോൾ ഒരു സിനിമ കണ്ടു, രക്ഷപ്പെട്ടു. ഇപ്പൊ രക്ഷപ്പെട്ടു, തമിഴിലേക്ക് എത്തിയിട്ടുണ്ട്. ഒന്ന് ഇടയ്ക്ക് ദിലീപേട്ടപ്പോ വിളിക്കില്ല, അല്ലെങ്കിൽ ദിലീപേട്ടൻ വിളിക്കും. ജഗതി വിളിച്ചായിരുന്നു, ഇപ്പോൾ വിളിക്കില്ല. ലാലേട്ട ഇടയ്ക്ക് ആന്റണിയെ കൊണ്ട് വിളിപ്പിക്കും. ആന്റണി കൊണ്ട് അത് ഇയാൾ നേരിട്ട് വിളിച്ചായിരുന്നു 2 പ്രാവശ്യം. എപ്പോഴും വിളിക്കുക. അതില് ഇന്നെ ചേർക്കാന്നൊക്കെ പറഞ്ഞാണ്. അക്കി പെൻഷൻ 4000 അമ്മയൊന്നും കിട്ടിയിട്ടില്ല. അതാവണല്ലോ. അവിടെ നമ്മൾ ഒരു അടി നടന്നിട്ട് സിദ്ദീഖിനെ പിടിച്ചോണ്ട് പോകണ്ടായിരുന്നു. ആ കിട്ടും 4000 രൂപ പെൻഷൻ വരും. വിഷുവിന് വിഷ്കേതോട്ടം വരും. നമ്മൾ വേലപ്പേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേലപ്പേട്ടന് കുറച്ച് കളക്ഷൻസ് ഉണ്ട്. കുറച്ച് സിനിമകൾക്കൊക്കെ യൂസ് ചെയ്ത പഴയ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളത് നമുക്കൊന്ന് കാണാം. ശിവാജി അഭിനയിച്ച പഴയ കാലത്തെ ചവിട്ടുവള്ളം, മോഹൻലാൽ പടം, യാത്രാമൊഴി. പിന്നെ കരി, പഴയ കാലത്തെ കരി. അത് ഇപ്പൊ തമിഴില് വന്നതാണ്. തോണി. പിന്നെ പഴയ കാലത്തെ മഞ്ചലാണിത്. ആസ്പത്രി കൊണ്ടുപോകണം ഈ സംഭവം. മഞ്ചല് ഒറിജിനൽ പഴയ കാലത്ത് വാങ്ങി വെച്ചതാണ്. വാങ്ങി വെച്ചതാണ് ഗാന്ധിജി. അത് ഇതൊന്നും ഉണ്ടാക്കി വെച്ചതാണ് ഇവിടെ. പിന്നെ പാമ്പിന് ആവശ്യം വരുമ്പോ പാമ്പിനെ കൊണ്ടുപോകും. അതായിരിക്കണം അത്യാവശ്യം പാമ്പ്. പിന്നെ വെള്ളം കോരണത് ഉണ്ടാക്കണം വെച്ചാൽ അത് പഴയ കസാലകൾ, പഴയ ടി വി വാങ്ങിച്ചത്. പിന്നെ പണിക്കര പലയ വാങ്ങിച്ചത്. ഇതാരാ വേലപ്പേട്ട? ഇത് എന്താണെന്ന് വെച്ചാൽ AK വേലപ്പൻ ഒറ്റപ്പാലം എന്ന് പറഞ്ഞാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ഓർമ്മ വരില്ല, നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കൊന്നും ഓർമ്മ വരില്ല. അപ്പൊ ഞാൻ മദ്രാസ് വരെ കൊണ്ട് ഞാൻ കടന്ന് കളിമണ്ണ് മുഖത്ത് വെച്ച് ഉണ്ടാക്കി വെച്ചതാണ്.
ഓ പിന്നെ പെട്ടെന്ന് ഇനി ആനക്കൊമ്പില്ലാതെ ഷൂട്ട് ചെയ്യേണ്ട വിചാരിച്ചാൽ ഇത് മാവോട് ഉണ്ടാക്കിയതാണ്, ഒറിജിനൽ ഒന്നല്ല. പക്ഷെ ആനക്കൊമ്പ് മനോപ്പം കൂടിയത്. വേലപ്പേട്ടനുമായിട്ട് ഏറ്റവും 6 നമ്പറിലെ ഫോട്ടോ. 6 നമ്പരല്ലോ. ദേവാസുരത്തിന്റെ മറ്റൊരു ഓർമ്മയാണല്ലേ? ഓർമ്മയാണ്. 42 കൊല്ലായി. അന്ന് ഷൂട്ടിന് വേണ്ടി ചട്ടിയിൽ കൊണ്ടു കൊടുത്തിട്ട് അവര് വാങ്ങിയതാണ്. വാങ്ങി കൊടുത്തിട്ട് കണ്ടുപിട്ട് കൊണ്ടുവച്ച ചട്ടികൾ പിക്ക് തന്നു. ആ ചട്ടി പൊട്ടി. അപ്പൊ ഞാൻ അവിടെ കുഴിച്ചിട്ടു. അത് വലുതായി 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 ഇതാ 42 കൊല്ലം. ദേവാസുര സിനിമ അത് മാത്രല്ല, ഇത് കിളിച്ചോണ്ട് മാമ്പഴം ഷൂട്ട് ചെയ്ത വീടാണ്. അന്ന് ഓഡിറ്റോറിയല്ലേ ഇവിടെ വരാന്ത, അത് പൊടിച്ചിട്ടില്ല. നേരം ഒരു വീട്ടില് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോ എല്ലാം സെറ്റ് ചെയ്തു, ലൈറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തപ്പോഴേക്ക് 6 മണിയായി. സന്ധ്യാവെടുക്കേണ്ട ഷോട്ടാ. അവിടുന്ന് ഡയറക്ടർ ഓടി വന്നു. ഇത് നോക്കിയപ്പോൾ ഇത് പറ്റില്ല, അവനെ വിളിക്കേ പറഞ്ഞു. എന്നെ വിളിച്ച് ഓടി ചെന്നു. വേറെ സ്ഥലം കാണണം, ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. എനിക്കാണ് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു എല്ലാവരും വീട്ടിൽ പോയി, എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു. എല്ലാം കൊടുന്ന് ഇവിടെ സെറ്റാക്കിയില്ല, എല്ലാവരും നിൽക്കുക. സാറ് വന്നു. ഏടാ നായ, ഇത്രയും നല്ല വീടുണ്ടായിട്ട് ഈ എന്താ ഇത് കാണിക്കാതെ? സാർ സിനിമയല്ലേ, നമ്മൾ ആലോചിക്കണ്ടേ, ഇവരെ കയറ്റി കഴിഞ്ഞാൽ സ്ഥിതി എന്താ? അവനിപ്പോൾ എന്നെ അടിക്കാൻ ഒരു ഓട്ടം. ഞാനൊരു ഓട്ടം ഓടി, അല്ലാതെ എന്ത് ചെയ്യാനാ? പക്ഷെ അവിടെ ഷൂട്ട് ചെയ്തു, ഇടിച്ചുകൊണ്ട് പോകുമ്പോഴും ഷൂട്ട് ചെയ്തു. ഇതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, നായനെ വിളിച്ചാൽ എനിക്ക് അയാൾ വിളിച്ചുകൊണ്ട് എന്നെ എന്ത് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പ്രിയസനയ്ക്ക് എന്നെ വലിയ കാര്യമാണ്. ഒറ്റപ്പാലത്തേക്ക് ആൾക്ക് ആദ്യം വരാൻ വിഷമമാണ്. ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എടാ ഞാൻ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യണമെന്ന്. അത്രയും എൻ്റെ സ്വന്തം ആളാണ്. വേലപ്പേട്ടന് ഇനി ഒരുപാട് സിനിമകൾ അഭിനയിക്കാൻ കഴിയട്ടെ, പുതിയ പുതിയ ലൊക്കേഷനുകൾ കണ്ടെത്താൻ കഴിയട്ടെ. എന്നും വേലപ്പേട്ടൻ്റെ സാന്നിധ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം. എന്നെ കൊണ്ട് തന്നെ അത് ആദ്യം ചെയ്യിച്ചതിന് നന്നായി വരട്ടെ. ഇത് നന്നായി വളർന്ന് വലിയതായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.